രാജ്യം ഉറ്റുനോക്കിയ നിർണായകമായ ഒരു തർക്ക കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം വന്നിരിക്കുകയാണ്. മധ്യപ്രദേശിലെ ധാർ ജില്ലയിലുള്ള ചരിത്ര പ്രസിദ്ധവും തർക്കം നിലനിൽക്കുന്നതുമായ ബോധ്ശാല കമാൽ മൗല മസ്ജിദ് കേസിൽ സുപ്രീം കോടതി നിർണായകമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു. കേസിൽ പൂജ അനുവദിച്ച മധ്യപ്രദേശ് ഹൈക്കോടതി വിധിക്കെതിരെ തൽക്കാലം സ്റ്റേ നൽകാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നിസ്കാരത്തിനായി വേറെ സ്ഥലം കണ്ടെത്തുക എന്നതാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ മുസ്ലിം വിഭാഗം സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന നീക്കം. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്താണ് കമാൽ മൗല മസ്ജിദ് വെൽഫെയർ സൊസൈറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത്. ബോധ്ശാല സമുച്ചയത്തിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ നടത്താൻ അനുമതി നൽകിയ ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. എന്നാൽ ജസ്റ്റിസുമാർ അടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് ഈ ഘട്ടത്തിൽ ഹൈക്കോടതി ഉത്തരവ് തടയാൻ വിസമ്മതിച്ചു. എന്ന് മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം വിഭാഗത്തിന് നിസ്കാരം നിർവഹിക്കാനായി തൽക്കാലം മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്താനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടെ ഹൈക്കോടതി അനുവദിച്ച പൂജയും അതോടെ നിലവിൽ നടക്കുന്ന ആർക്കിയോളജിക്കൽ സർവേ, ഇന്ത്യയുടെ ശാസ്ത്രീയമായ സർവേയും തടസ്സമില്ലാതെ മുന്നോട്ടു പോകുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ബോധ്ശാല കമാൽ മൗല മസ്ജിദ് തർക്കം എന്നത് നോക്കാം. മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇലവനാമത്തിലുള്ള ഒരു പുരാതന നിർമ്മിതിയാണ്. ഹിന്ദു വിഭാഗം ഇതിനെ വാഗ്ദേവിയുടെ ക്ഷേത്രമായി കാണുന്നു, അതായത് സരസ്വതി ദേവി. മുസ്ലിം വിഭാഗം ഇതിനെ കമാൽ മൗല മസ്ജിദായിട്ടാണ് കാണുന്നത്. വർഷങ്ങളായി പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ് ഈ കേന്ദ്രം നിലനിൽക്കുന്നത്. നിലവിലുള്ള ആചാരപ്രകാരം ചൊവ്വാഴ്ചകളിൽ ഹിന്ദു വിഭാഗത്തിന് ഇവിടെ പൂജ നടത്താനും വെള്ളിയാഴ്ചകളിൽ മുസ്ലിം വിഭാഗത്തിന് ജുമ നിസ്കരിക്കാനുമാണ് ഇവിടെ അനുമതിയുള്ളത്. എന്നാൽ ഈ സമുച്ചയത്തിന്റെ യഥാർത്ഥ ചരിത്രവും ഘടനയും പുറത്തു കൊണ്ടുവരുമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ഹൈക്കോടതി ഇവിടെ ശാസ്ത്രീയ സർവേ നടത്താൻ SIയോട് ഉത്തരവിട്ടു. ഇതിനെതിരെയുള്ള നിയമ പോരാട്ടമാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പരമോന്നത കോടതിയിൽ എത്തി നിൽക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇന്നത്തെ നിരീക്ഷണം രാഷ്ട്രീയ സാമൂഹിക കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഹൈക്കോടതി വിധിക്ക് സ്റ്റേ ഇല്ലെന്ന് കോടതി വ്യക്തമാക്കിയതോടെ ഹിന്ദു സംഘടനകൾ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ ഭാഗം ന്യായമെന്ന് തെളിയിക്കുന്നതാണെന്ന് അവർ അവകാശപ്പെടുന്നു. മറുവിഭാഗത്ത് മുസ്ലിം സംഘടനകളും ഹർജിക്കാരും ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ആരാധനാ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നും നിയമപരമായ പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി. ബാബരി മസ്ജിദ്, ജ്ഞാൻവാപി മസ്ജിദ് കേസുകൾക്ക് പിന്നാലെ ബോധ്ശാല കേസും ദേശീയ തലത്തിൽ വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ കനത്ത പോലീസ് സുരക്ഷാ വലയത്തിലാണ്. വരും ദിവസങ്ങളിൽ ഈ കേസിൽ ASI സമർപ്പിക്കുന്ന സർവേ റിപ്പോർട്ടും സുപ്രീം കോടതിയുടെ അന്തിമ നിലപാടും നിർണായകമാകും. തൽക്കാലം പൂജ തുടരാമെന്ന അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ ക്രമസമാധാന നില തകരാതിരിക്കാൻ ഭരണകൂടത്തിന് അതീവ ജാഗ്രത പുലർത്തേണ്ടി വരും.